നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. വൈറ്റമിൻ ഇയുടെ അധികമാരും കേട്ടിട്ടില്ലാത്ത ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കാൻ പറ്റാത്തത് ആർക്കൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വൈറ്റമിൻ ഇ എന്ന് കേൾക്കുമ്പോൾ ബാക്കി വൈറ്റമിൻസ് പോലെ തന്നെ ഒരു നോർമൽ വൈറ്റമിൻ ആയിട്ടായിരിക്കാം നമുക്ക് തോന്നുക. പക്ഷേ വൈറ്റമിൻ ഇ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് പലതരത്തിലുള്ള 8 ഫാറ്റ് സോളിബിൾ കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ്. ഈ പവർഫുൾ കോമ്പൗണ്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ സെൽസിനെ ഡയറക്റ്റ് ആയിട്ടാണ് സ്വാധീനം ചെലുത്തുന്നത്. വൈറ്റമിൻ ഇയുടെ പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളിൽ ഒന്നാണ് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വൈറ്റമിൻ ഇ സ്കിന്നിന് നല്ലതാണ് എന്നുള്ളത്. ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഇ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം വൈറ്റമിൻ ഇ കൊളാജൻ്റെ പ്രൊഡക്ഷന് സഹായിക്കും. കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഇത് സ്കിൻ ടൈറ്റൻ ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ മെച്ചപ്പെടുത്താനും സഹായിക്കും. അതുപോലെ തൊലി പുറമെ ഉണ്ടാവുന്ന ചുളിവുകൾ അല്ലെങ്കിൽ റിങ്കിൾസ്, വരകൾ ഇവയൊക്കെ ഇല്ലാതാക്കാൻ വൈറ്റമിൻ ഇ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരുപാട് പഴകിയ സ്കാർസ്, സ്ട്രെച്ച് മാർക്സ്, മുഖക്കുരുവിൻ്റെ പാട് ഇവയൊക്കെ മാറ്റാൻ വൈറ്റമിൻ ഇ ഓയിൽ റെഗുലറായിട്ട് പുരട്ടി കൊടുക്കുന്നത് നന്നായിരിക്കും. പല പഠനങ്ങളും പറയുന്നത് എക്സിമ പോലുള്ള സീരിയസ് ആയിട്ടുള്ള സ്കിൻ കംപ്ലൈൻസിലൊക്കെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കുകയും വൈറ്റമിൻ ഇ ഓയിൽ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് മാറാൻ സഹായിക്കും എന്നതാണ്. വൈറ്റമിൻ ഇ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഹാർട്ട് അറ്റാക്ക് ഒരു കോമൺ പ്രോബ്ലം ആണ് ഇന്നത്തെ കാലത്ത്. രക്തത്തിൽ ക്ലോട്ട് അടിഞ്ഞു കൂടുമ്പോഴാണ് കാലക്രമേണ ഹാർട്ട് അറ്റാക്ക് വരാൻ ഉള്ള ചാൻസ് കൂടുന്നത്. പക്ഷേ വൈറ്റമിൻ ഇ കഴിച്ചാൽ ക്ലോട്ടിംഗ് ഉണ്ടാവുന്നത് തടയാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കും. മാത്രമല്ല, രക്തത്തിൽ ഓൾറെഡി ക്ലോട്ട് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇ കഴിക്കുന്നത് വഴി ഇത് അലിഞ്ഞു പോകാനും സഹായിക്കും. വൈറ്റമിൻ ഇ ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നറാണ്. സ്ഥിരമായിട്ടുള്ള ഡയറ്റിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ് ഹെൽത്തി ആയിട്ടിരിക്കും. കൊളസ്ട്രോൾസ്, ട്രൈഗ്ലിസറൈഡ്സ് ഇവയൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും വൈറ്റമിൻ ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ BP നോർമലാക്കാനും വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. അതേപോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും വൈറ്റമിൻ ഇ കഴിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഇ കഴിക്കുന്നത് വഴി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ലിവർ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കും. പക്ഷേ സ്ഥിരമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അമിതമായിട്ട് ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ, പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, കോള പോലുള്ള പാനീയങ്ങൾ ഇവയൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ ടോക്സിൻസിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കും. അപ്പോൾ ലിവറിന് അത് ശരിയായിട്ട് പുറന്തള്ളാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ലിവറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടും. ഇത് ലിവറിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ ടിഷ്യൂസിനും ഡാമേജ് വരാം. അങ്ങനെ കാലക്രമേണ ലിവറിൻ്റെ ഒരു പെർമനന്റ് ഡാമേജിന് ഇത് കാരണമാകാം. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ മദ്യപാനം ഇല്ലാത്തവരിൽ പോലും ഫാറ്റി ലിവർ വരാം. അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അപ്പോൾ വൈറ്റമിൻ ഇ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ചേഞ്ചസ് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. 2021 ഒരു പഠനം അനുസരിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൊടുക്കുകയും ലിവറിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. മാത്രമല്ല SGPT, SGOT ലെവലൊക്കെ നോർമൽ ആകുന്നതിനും വൈറ്റമിൻ ഇ കഴിക്കുന്നത് നല്ലതാണ്. മറ്റൊന്നാണ് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി വൈറ്റമിൻ ഇ കാണിക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഏജിങ് സംഭവിക്കാം. ഇവിടെ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ നടക്കുന്നത് വഴി ഫ്രീ റാഡിക്കൽസ് രൂപപ്പെടാം. ഇത് സെൽസിനെ അല്ലെങ്കിൽ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും സെൽസിന് കേടുപാടുകൾ വരികയും ചെയ്യാം. വൈറ്റമിൻ ഇ ഒരു മോസ്റ്റ് പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ എല്ലാ ഓർഗൻസിൻ്റെ ഏജിങ് പ്രോസസ്സും സ്ലോ ആക്കാൻ സഹായിക്കും. സ്കിന്ന്, ലിവർ, ഹാർട്ട്, കിഡ്നി ഇവയൊക്കെ കൂടുതൽ ഹെൽത്തി ആവാനും സഹായിക്കും. 2018 ഒരു പഠനം അനുസരിച്ച് ഹൈ ഡയബറ്റീസ് കാരണം കിഡ്നി ഡാമേജ് വന്ന പേഷ്യൻസിന് 54ഓളം പേഷ്യൻസിന് 800 ഇൻ്റർനാഷണൽ യൂണിറ്റ് ഓഫ് വൈറ്റമിൻ ഇ 3 മാസം അടുപ്പിച്ചു കൊടുത്തപ്പോൾ പേഷ്യൻസിന് റിക്കവറി സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 2021 ഒരു പഠനം പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന എൻഡോമെട്രിയോസിസ് എന്ന യൂട്രസ് സംബന്ധമായ അസുഖമുള്ള സ്ത്രീകൾക്ക്
വൈറ്റമിൻ ഇ 2 മാസം അടുപ്പിച്ച് കഴിച്ചപ്പോൾ അവരുടെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് അഥവാ മസിൽ കോച്ച് പിടിക്കുന്ന അവസ്ഥ വരാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാമെങ്കിലും വൈറ്റമിൻ ഇ ശരീരത്തിൽ കുറവാണെങ്കിലും ഇങ്ങനെ മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരാം. വൈറ്റമിൻ ഇ ശരീരത്തിൽ കുറവാണെങ്കിൽ മസിൽ ടിഷ്യൂവിൽ ഓക്സിജൻ കുറയും. ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തും ഇങ്ങനെ വേദന വരുന്നതിൻ്റെ ഒരു കാരണം ആ ഭാഗത്തെ ഓക്സിജൻ കുറയുന്നതാണ്. അതുകൊണ്ട് മസിൽ ക്രാംസ്, ചെസ്റ്റ് പെയിന്, മസിൽ പെയിന് ഇങ്ങനെയൊക്കെ വരുമ്പോൾ വൈറ്റമിൻ ഇ കഴിക്കുന്നത് നല്ലതാണ്. പല റീസൺസ് കൊണ്ട് മസിൽ പെയിൻ അല്ലെങ്കിൽ മസിൽ ക്രാംസ് വരാം, പക്ഷെ ഒരു റീസൺ വൈറ്റമിൻ ഇ കുറയുന്നതാണ്. അതുപോലെ പീരിയഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്കുണ്ടാവുന്ന പെയിൻ കുറയ്ക്കാനും വൈറ്റമിൻ ഇ വളരെ നല്ലതാണ്. വേരിക്കോസ് വെയിന്, ക്രാംസ്, വേദന ഇവയൊക്കെ ഇല്ലാതാക്കാൻ വൈറ്റമിൻ ഇ നമ്മളെ സഹായിക്കും. വൈറ്റമിൻ ഇ കുറയുമ്പോൾ സ്കിന്ന്, ലിവർ, ഹാർട്ട്, മസിൽസ് മാത്രമല്ല അഫക്റ്റഡ് ആവുന്നത്, ബ്രെയിനും ലങ്സും ഒക്കെ അഫക്റ്റഡ് ആവാറുണ്ട്. എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഇ കുറവ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ വൈറ്റമിൻ ഇ കുറയാം. അമിതമായിട്ട് നൂഡിൽസ്, മൈദ, ബിസ്ക്കറ്റ്, ബ്രെഡ്, റസ്ക്, കേക്ക്, മൈദ വെച്ചുണ്ടാക്കിയ മറ്റു ഭക്ഷണങ്ങൾ ഇവയൊക്കെ കഴിക്കുമ്പോൾ വൈറ്റമിൻ ഇ കുറവ് സംഭവിക്കാം. നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഇ ഡെയിലി വേണ്ടത് 15 മില്ലിഗ്രാം ആണ്, അഥവാ 22 ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ ആണ്. എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കാവൂ. ഇവിയോൺ 400 എന്ന ഒരു ക്യാപ്സ്യൂളിൽ തന്നെ 400 മില്ലിഗ്രാം ഓഫ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട ഡെയിലി റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലം ഇങ്ങനെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കാം, മറ്റ് പല പ്രശ്നങ്ങൾക്കും കാരണമാവാം. അതുകൊണ്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കഴിക്കുമ്പോൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. പക്ഷേ ഫേസ് പാക്കിലോ അല്ലെങ്കിൽ ഹെയർ പാക്കിലോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഭക്ഷണത്തിലൂടെ വൈറ്റമിൻ ഇ ശരീരത്തിൽ എത്തിക്കുന്നതാണ് ക്യാപ്സ്യൂൾ രൂപത്തിൽ കഴിക്കുന്നതിലും എപ്പോഴും നല്ലത്. വൈറ്റമിൻ ഇ അടങ്ങിയ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് വീറ്റ് ജേം ഓയിൽ എന്ന് പറയുന്നത്. വീറ്റ് സീഡ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് വീറ്റ് ജേം ഓയിൽ. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വീറ്റ് ജേം ഓയിലിൽ 20 മില്ലിഗ്രാം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് വീറ്റ് ജേം ഓയിൽ അത്ര റെക്കമെൻഡഡ് അല്ല. പക്ഷേ ഗ്ലൂട്ടൻ അലർജി ഇല്ലാത്തവരാണെങ്കിൽ വൈറ്റമിൻ ഇയുടെ നല്ലൊരു സ്രോതസ്സാണ് വീറ്റ് ജേം ഓയിൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഉള്ളതാണ് സൺഫ്ലവർ സീഡ്സ്. സൺഫ്ലവർ സീഡ്സും വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 28 ഗ്രാം സൺഫ്ലവർ സീഡ്സ് കഴിച്ചാൽ ഏകദേശം 10 മില്ലിഗ്രാം വൈറ്റമിൻ ഇ നമുക്ക് ലഭിക്കും. അതായത് നമുക്ക് വേണ്ട വൈറ്റമിൻ ഇയുടെ 66% 28 ഗ്രാം സൺഫ്ലവർ സീഡ് കഴിച്ചാൽ ഒരു ദിവസം നമുക്ക് കിട്ടും. മറ്റൊന്നാണ് ആൽമണ്ട്സ്. വൈറ്റമിൻ ഇയുടെ നല്ലൊരു സ്രോതസ്സാണ് ആൽമണ്ട്സ്. ഒരു പിടി ആൽമണ്ട്സിൽ ഏകദേശം 7.3 മില്ലിഗ്രാം ഓഫ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 50% വൈറ്റമിൻ ഇ ദിവസേന വേണ്ട വൈറ്റമിൻ ഇ നമുക്ക് ആൽമണ്ട്സിൽ നിന്നും, ഒരു പിടി ആൽമണ്ട്സിൽ നിന്നും ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പീനട്ട്സ്, ചീര, മറ്റ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, തക്കാളി, മാങ്ങ, തേങ്ങ ഇവയിലെല്ലാം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ എന്നത് നമ്മുടെ സ്കിന്ന്, ഹാർട്ട്, ലിവർ, മസിൽസ് ഇവയ്ക്കൊക്കെ വേണ്ടിയുള്ള ഒരു വൈറ്റൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ മറ്റ് പല ആരോഗ്യ ഗുണങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം എല്ലാവർക്കും വിശദമായിട്ട് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.